ഹായ് ഓൾ, വെൽക്കം ടു ജെയ്ലേൺ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും PSC എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RTI ആക്ടിൻ്റെ 5 മിനിറ്റ് സീരീസിൻ്റെ 3ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട സമയപരിധികളെക്കുറിച്ചാണ്. നോക്കാം. RTI ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോഴേക്ക് ഒരു അപേക്ഷകന് മറുപടി ലഭിക്കേണ്ട പ്രധാനപ്പെട്ട സമയക്രമങ്ങൾ അല്ലെങ്കിൽ സമയപരിധികളുണ്ട് അല്ലേ? അപ്പോൾ ആ സമയപരിധികളാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്ത് കാണാൻ പോകുന്നത്. നോക്കാം. ഒരു പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് നിങ്ങൾ അപേക്ഷ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 30 ദിവസത്തിനുള്ളിലാണ്. 30 ഡേയ്സിനുള്ളിലാണ് നിങ്ങൾക്ക് അപേക്ഷകന് മറുപടി ലഭിക്കേണ്ടത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി ഒരു അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണ് നിങ്ങൾ അപേക്ഷ നൽകുന്നത് എങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 35 ദിവസത്തിനുള്ളിലാണ്. അപ്പോൾ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ആണെങ്കിൽ 30, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ആണെങ്കിൽ 35 എന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കുക. ഇനി എന്തെങ്കിലും എമർജൻസി അല്ലെങ്കിൽ അർജന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ അല്ലേ, വ്യക്തിയുടെ സ്വത്തിനോ അല്ലെങ്കിൽ ജീവനോ ഹാനിയാവുന്ന രീതിയിലുള്ള വിവരങ്ങളാണെങ്കിൽ അതെന്താണ് 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കണം. അപ്പോൾ 48 hours 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ലഭിക്കണം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി അടുത്തത് RTI ആക്ട് പ്രകാരം നിങ്ങൾക്ക് എത്ര വർഷം മുൻപ് വരെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റും? നോക്കിയേ, 20 വർഷം കേട്ടോ. 20 വർഷം എന്നുള്ള ഈ ഒരു സമയപരിധിക്കുള്ളിൽ ഉള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ചോദിച്ച് അറിയാൻ പറ്റുള്ളൂ. ഇനി മൂന്നാം കക്ഷി അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ, അതിന് എത്ര ദിവസം വേണം? 40 ദിവസം വേണം. നോർമലി നമുക്കറിയാം, സാധാരണ ഒരു വിഷയമാണെങ്കിൽ 30 ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കേണ്ടത് എന്നുള്ള കാര്യം. തേർഡ് പാർട്ടി ആകുമ്പോഴേക്ക് ഈ ഓഫീസർ എന്ത് ചെയ്യണം? ഈ മൂന്നാം കക്ഷിക്കും കൂടെ ഒരു ലെറ്റർ, നോട്ടീസ് അയക്കണം. അതായത് ഇന്ന വ്യക്തി, ഒരാൾ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംബന്ധിക്കുന്ന വിഷയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അപേക്ഷകൻ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു വ്യക്തിനെ അറിയിക്കണം. അതുകൊണ്ടാണ് എക്സ്ട്രാ ഒരു 10 ദിവസം കൂടെ ഇവിടെ വരുന്നത്. ആ ഒരു 10 ദിവസം ഈ തേർഡ് പാർട്ടിക്ക് തിരിച്ചൊരു റിപ്ലൈ നൽകാനുള്ള ഒരു ടൈം ഗ്യാപ്പും കൂടെ ഉണ്ട്, ആ ഒരു 10 ദിവസം. അതുകൊണ്ടാണ് ഇവിടെ 40 ദിവസം വരുന്നത്. ഓക്കെ. ഇനി മറ്റൊരു PIOയ്ക്ക്, അതായത് വേറൊരു പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് നിങ്ങളുടെ അപേക്ഷ കൈമാറണം എന്നുണ്ടെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം? 5 ദിവസത്തിനുള്ളിൽ ചെയ്യണം. ഓക്കെ. അതായത് ഒരു ഓഫീസറിൻ്റെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് തൃപ്തി തോന്നിയില്ല എന്നുണ്ടെങ്കിൽ 5 ദിവസത്തിനകം വേറൊരു ഓഫീസർക്ക് നിങ്ങൾക്ക് കൈമാറാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അപ്പീൽ നൽകേണ്ട പ്രധാന സമയപരിധികളാണ്. നോക്കിയാലോ. മറുപടി ലഭിക്കാൻ വൈകിയാൽ പ്രസ്തുത ഓഫീസിലെ PIയുടെ മേലധികാരിക്ക് ആദ്യ അപ്പീൽ കൊടുക്കേണ്ടത് എത്ര ദിവസം കഴിഞ്ഞാണ്? ആദ്യ അപ്പീൽ കൊടുക്കേണ്ടത് 30 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ 30 ദിവസം എന്ന് പറയുന്ന ഒരു സമയപരിധി ഉണ്ടല്ലേ. ആ ഒരു സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസ്തുത ഓഫീസിലെ മേലധികാരിക്ക് 30 ദിവസം കഴിഞ്ഞിട്ട് ഫസ്റ്റ് അപ്പീൽ കേട്ടോ, ഫസ്റ്റ് അപ്പീൽ നൽകാവുന്നതാണ്. ഫസ്റ്റ് അപ്പീൽ. ഇനി അടുത്തത് രണ്ടാം അപ്പീൽ. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് എത്ര സമയപരിധിക്കുള്ളിലാണ്? രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? അത് നമ്മുടെ ഏറ്റവും ഹയർ പോസ്റ്റിലുള്ള ആൾക്കാണ് സമർപ്പിക്കേണ്ടത്. സംസ്ഥാന ഇൻഫോർമേഷൻ കമ്മീഷണർക്കോ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷണർക്കോ ആണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത് സെക്കൻഡ് അപ്പീൽ. അത് എത്ര ദിവസത്തിനുള്ളിലാണ്? 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ ഒരു സെക്കൻഡ് അപ്പീൽ സമർപ്പിക്കണം. ഓക്കെ. ഈ അപ്പീൽ എന്തിനാ സമർപ്പിക്കുന്നത്? അപ്പോൾ നമുക്ക് ഈ ഒരു അപേക്ഷകന് അപേക്ഷ കാര്യം പ്രോപ്പറായിട്ട് ആ ഒരു കാര്യത്തിൽ മറുപടി നൽകിയില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ അപ്പീലിന് പോകുന്നത്. ഓക്കെ. ഇനി നോക്കാം. 2019 ഭേദഗതി അല്ലെ, അമെൻമെന്റ് അനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ വിവരാവകാശ കമ്മീഷണറുടെയും കാലാവധി 3 വർഷമാക്കി മാറ്റി. പിന്നെ കേന്ദ്ര സർക്കാരാണ് ഈ ഒരു ഇൻഫോർമേഷൻ ഓഫീസുകളുടെ കാലാവധി തീരുമാനിക്കുന്നത് എന്നുള്ളൊരു പ്രധാന ഡിസിഷൻ എടുത്തു. അതേപോലെ അംഗങ്ങളുടെ ശമ്പളവും അതേപോലെ അവരുടെ എണ്ണവും തീരുമാനിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന കമ്മീഷനാവട്ടെ അവരുടെ എണ്ണവും ശമ്പളമൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ഓക്കെ. ഇനി അടുത്തത് പേ സ്കെയിലാണ്. ചീഫ് ഇൻഫോർമേഷൻ ഓഫീസർക്ക് എത്ര ശമ്പളമാണ് കിട്ടുന്നത്? 2.5 ലക്ഷം രൂപയാണ്. 2.5 ലക്ഷമാണ് ചീഫ് ഇൻഫോർമേഷൻ ഓഫീസർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ദേശീയ വിവരാവകാശ കമ്മീഷണർ അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അല്ലെങ്കിൽ കമ്മീഷണർമാർക്ക് എത്രയാണ് ലഭിക്കുന്നത്? 25 കുറവ് അല്ലേ. 2.25 ലക്ഷമാണ്
മെമ്പേഴ്സ് അല്ലെങ്കിൽ കമ്മീഷണർമാർക്കും അതേപോലെ സംസ്ഥാന ചീഫ് കമ്മീഷണർമാർക്കും ഒക്കെ ലഭിക്കുന്ന ശമ്പള സ്കെയിൽ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഫീസിൻ്റെ ഘടനയാണ് അല്ലേ. നമുക്ക് കുറച്ച് ഫീസും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ഫീസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു അപേക്ഷകൻ നൽകേണ്ട ഫീസ് എത്രയാണ്? 10 രൂപയാണ് അല്ലേ. 10 രൂപയാണ് അപേക്ഷൻ ഒരു കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച പേപ്പറിൽ അപേക്ഷ എഴുതിക്കൊണ്ട് ഈ ഒരു രീതിയിലാണ് ഒരു അപേക്ഷകൻ അവരുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ടുള്ള സമയപരിധികളും അതേപോലെ പേ സ്കെയിലിനെ പറ്റിയിട്ട് നമ്മൾ കണ്ടു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ അധ്യായങ്ങളും ഫീസും അതിൽ അധ്യായങ്ങളിലുള്ളിൽ വരുന്ന എത്ര ഫീസാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എക്സാംസും കാര്യങ്ങളും ഒക്കെ ഇനി വരാൻ പോവുകയാണ്. അപ്പോൾ നന്നായി തന്നെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത RTI മോഡ്യൂൾ 4 ക്ലാസ്സിൽ കാണാം. താങ്ക്